ഹലോ! എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് പേരുടെ വീഡിയോസൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരുടെയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഉടനെ ഞാൻ വരുന്നതാണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ജോലി പതിവ് പോലെ നമ്മുടെ ജോലി തുടരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെ പണികളൊക്കെ അതേപോലെ തന്നെ. അപ്പോൾ ഇത് രാവിലെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികമൊന്നും കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല കരികില ഉണ്ടായിരുന്നു മുറ്റത്തൊക്കെ. ചാമ്പമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒത്തിരി കരികിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്തതിന് ശേഷം പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ചായ ഇടിയണേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പതിവ് ജോലിയിലേക്ക് കിടക്കാം. അപ്പോൾ ചായ തിളച്ചോന്നറിയാൻ ചേട്ടായി ഒന്ന് വന്ന് നോക്കിയിട്ട് പോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പോയതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അതുപോലെ കൊടൈക്കനാൽ നല്ല സ്ഥലമാണ് കേട്ടോ. നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ ഒന്ന് പോയി വെക്കേഷനൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് വരൂ. നല്ല എൻജോയ് ചെയ്യൂ. അപ്പോൾ ദേ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടെ അച്ഛനെയും ചിറ്റനെയും വെച്ചിട്ടൊരു കോമഡി വീഡിയോ ഒക്കെ മോൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് മൊബൈലിലിട്ട് ഒന്നുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ദേ രാവിലെ കാപ്പുടിയുടെ പരിപാടി എന്ന് വെച്ചെന്നാൽ കടലയും പുട്ടുമാണ്, പുട്ടും കടലയും. അപ്പോൾ കടല അടപ്പ് വെച്ചിട്ടുണ്ട്. അത് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ട് പുഴുങ്ങി എടുക്കണം. അപ്പോൾ അതാണ് രാവിലത്തെ പരിപാടി. അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ കറിക്ക് എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലിലെ മീനൊന്നും കിട്ടിയില്ല. കുറച്ച് വരാൽ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഒരു 4-5 വരാലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ജീവനുള്ള മീൻ വെട്ടാൻ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ തലേന്ന് മുറിച്ചിട്ട് തരാനായിട്ട്. അപ്പോൾ ചട്ടിയിലിട്ട് അനക്കിയപ്പോൾ ഒരെണ്ണം ചാടി വന്നു. ഞാൻ ഫോണുമായിട്ട് ഒറ്റ ചാട്ടം. വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തലയൊക്കെ ഒന്ന് മുറിച്ചിട്ട് തരികയാണേ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ്. കാര്യം എനിക്ക് ഇത് പിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിത് തേങ്ങ അരച്ച് കറി വെച്ചില്ല. ഞാനിത് മുളകിൽ പൊള്ളിച്ചാണ് എടുത്തത്. ഇവിടെ പൊള്ളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുക്കറിലായിരുന്നു കേട്ടോ ഞാൻ അരി ഇട്ടത്. അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ കലത്തിലേക്ക് പകർത്തി. അപ്പോൾ ഒരു തിള വന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ആവശ്യത്തിന് വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് അടച്ചിടണം. പിന്നെ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി വരഞ്ഞൊക്കെ എടുത്തു. മുളകിൽ പൊള്ളിച്ചെടുത്ത് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവേ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ വരാല് പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പാല് വാങ്ങുന്ന വീട്ടിൽ നിന്ന് കുറച്ച് മത്തങ്ങ തന്നായിരുന്നു കേട്ടോ. ഒരു കഷ്ണം മത്തങ്ങ തന്നായിരുന്നു. അപ്പം ഞാനത് ഓർത്ത് പിന്നെ അരച്ചു കൂട്ടി കറിയാക്കി എടുക്കാമെന്ന്. പിന്നെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ച ബീട്രൂട്ടാണ് കേട്ടോ. ഇത് എനിക്കതൊന്ന് കൊത്തിത്തരികയാണ് മെഴുക്ക് പുരട്ടാനായിട്ട്. അപ്പോൾ മത്തങ്ങ ഞാനിവിടെ കറി വെച്ചു, കറിയായിട്ടെടുത്തു. അതിന് കുറച്ച് വറയും കൂടെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. മത്തങ്ങ കറി വെക്കുന്ന ഇവിടെ ചേട്ടായിക്ക് വലിയ ഇഷ്ടമാണ്. അത് കാരണം ഞാനത് കറിയാക്കി എടുത്തത്. നമ്മൾ മോരൊക്കെ കറി വെക്കത്തില്ല, അതുപോലെ വെച്ചാൽ കേട്ടോ. ഒന്നിൻ്റെ റെസിപ്പി ഇടാനായിട്ട് എനിക്ക് ഇത് വീഡിയോ എടുക്കാൻ തന്നെ മടിയായിരുന്നു കേട്ടോ. ഈ ബീട്രൂട്ട് ഞാൻ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ച ബീട്രൂട്ടായിട്ട് അതിൽ നിന്ന് 2 ഞാൻ കൊത്തി എരിഞ്ഞെടുത്ത് മെഴുക്ക് പുരട്ടിയതാണേ. അപ്പോൾ നമ്മുടെ ഊണിൻ്റെ കറികളൊക്കെ റെഡിയായി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടായും മോളുമാണ് ഊണ് കഴിക്കാനുള്ളത്. മോൻ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. മോനിനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ അമ്മയും ചേച്ചി ഇവിടെ ഇല്ല. മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഉത്സവമായതുകൊണ്ട് അവരങ്ങോട്ട് പോയിരിക്കാൻ വന്നിട്ടില്ല.
അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്താ എടുത്തത്, അവിടുന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ്, നമ്മുടെ പ്രസാദവും ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചില്ല. വാങ്ങിച്ചത് മാത്രം ഒന്ന് പരിചയപ്പെടുത്തിയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടൻറ്റൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം അല്ലേ ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണേ. ബീട്രൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മെഴുക്ക് പുരട്ടാനും തോരൻ വയ്ക്കാനൊക്കെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പഴനിയിൽ നിന്ന് വാങ്ങിച്ച പഞ്ചാമൃതം ഒരു 10 ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പേരയ്ക്ക, പിന്നെ പൊരിയും ഈന്തപ്പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ അറിയിച്ചേക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു കമൻറ്റ്. ഞാൻ കമൻറ്റ് വായിക്കാറുള്ള ആളാണ് കേട്ടോ. റിപ്ലൈയും തരാവേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.